നീ എവിടെ എത്ര നേരം? നീ കൂട്ടുകാരന്മാരായിട്ട് കറങ്ങി കിടക്കല, അച്ഛൻ തീരെ വയ്യാതെ കിടക്കല്ല ഇവിടെ, നീ കറങ്ങി കിടക്കണില്ലേ? എന്താ ഏട്ടൻ പറയണത്? ആ കൂടി ഒരു ഞായറാഴ്ച എനിക്ക് ഒഴിവിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് പോണ്ട, ഞാൻ അച്ഛനെ നോക്കി മാത്രം ഇരുന്നാ മതിയോ? ശരി ശരി, ഇനിയിപ്പോ അതിന് മൂന്ന് തർക്കിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ വെച്ചാല് അച്ഛനിപ്പോ സർജറി വേണമെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് പറയണത്. അതിന് വേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യണം. എന്റെ ഒക്കെ ആകെ 2 ലക്ഷം ഉറുപ്പ്യ അടിച്ചു ബാക്കി ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള നീ 8 ലക്ഷം ഉറുപ്പ്യ നീ ഉണ്ടാക്കി തായോ, അല്ലാതെ കാര്യം നടക്കണ്ട നമുക്ക്. അതിന് ചെയ്യ നീ. എന്താ ചേട്ടൻ പറയണത്? ചേട്ടന് 2 ലക്ഷം ഉറുപ്പ്യ, ഞാൻ 8 ലക്ഷം ഉറുപ്പ്യ. ഞാൻ അത് എവിടുന്ന് ഉണ്ടാക്കുക 8 ലക്ഷം ഉറുപ്പ്യ? എന്റെ കയ്യിൽ 8 ലക്ഷം രൂപ ഒന്നും ഉണ്ടാവില്ല. അച്ഛന്റെ സർജറിക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം ഉറുപ്പ്യ ചെലവുണ്ട് വെച്ചിങ്ങ. 5 ലക്ഷം ഞാൻ കൊടുക്കാം, 5 ലക്ഷം ചേട്ടന് കൊടുക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് അച്ഛന്റെ സർജറി കഴിക്കാം. എന്റെ അടുത്ത് ഇല്ലാത്ത കാരണം നീ ഒരു 3 ലക്ഷം എനിക്ക് കടമായിട്ട് തായോ, ഞാൻ നിനക്ക് പണിയെടുത്തിട്ടെങ്കിലും വീട്ടിൽ തരാനി. എന്റെ ഒക്കെ ഇല്ലാത്ത കാരണമാണ്. നമ്മുടെ അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ? നിനക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉള്ള, നീ ഒന്ന് ചെയ്യേ. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, നീ ചെയ്യേ. ഈ വീട് സ്ഥലം അച്ഛന്റെ പേരിലല്ലേ? അതിൽ നിനക്കൊരു പങ്കില്ലേ? ആ പങ്ക് എനിക്ക് എഴുതിയായോ? അപ്പൊ എനിക്ക് 3 ലക്ഷം ഞാൻ തരാം. ശരിടാ, ഞാൻ തരാം. നമ്മുടെ അച്ഛനെ വീട്ടല്ലേ, തരാട്ടാ. അപ്പൊ ശരി, ഞാൻ നാളെ രാവിലെ പോയിട്ട് ബാങ്കിൽ പോയിട്ടേ സംസാരിച്ച് ശരിയാക്കിട്ട് തരാം കേട്ടോ. അവിടെ നിക്കടാ, എന്റെ പൈസ ഒന്നും എനിക്ക് വേണ്ട, നീ പോ. മോനെ, ഈ സ്ഥലം വിറ്റാലേ 20 ലക്ഷം ഉറുപ്പ്യ കിട്ടും. 10 ലക്ഷം ഉറുപ്പ്യ എന്റെ ഓപ്പറേഷന് വഴിയെടുക്കുക. 10 ലക്ഷം ഉറുപ്പ്യ മോൻ എടുത്തോ. അവനെ 5ന്റെ പൈസ കൊടുക്കണ്ട, കടന്നു പോവാൻ പറയും വീട്ടിൽ കേട്ടോ. അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട അച്ഛൻ. ആദ്യം നമ്മുടെ അസുഖം കാര്യങ്ങളൊക്കെ മാറട്ടെ, പിന്നെ നമുക്ക് എന്താ ചെയ്യാം.